piacere rivederli qua, dirgli che noi siamo tornati in Italia e voglio fargli un grande saluto a tutti. മാർക്ക് പറയണേ എല്ലാവരെയും വീണ്ടും സംസാരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. എല്ലാവരും ഒന്നുകൂടി മീറ്റ് ചെയ്യണതിൽ ഹാപ്പിയാണ് പുള്ളി. Ok. Digli che quella di oggi sarà una presentazione classica del progetto, ok? Quindi almeno andiamo in questi 2 giorni qua, quindi oggi e giovedì, a utilizzare questa presentazione per invitare più persone possibili che non sono riuscite a conoscerci di persona quando siamo venuti in India. മാർക്ക് പറയണേ ഇന്നും പിന്നെ വ്യാഴാഴ്ചയും പ്രൊജക്ടിന്റെ പ്രസന്റേഷൻ ഉണ്ടാവും. അപ്പൊ അന്ന് വന്നിട്ട് കാണാൻ പറ്റാത്ത കുറെ ആൾക്കാരുണ്ടാവും. അപ്പൊ അവർക്ക് വേണ്ടി ഒരു ക്ലാസിക്കൽ പ്രസന്റേഷൻ ആയിരിക്കും. പ്രൊജക്ടിനെ പറ്റി എല്ലാ ഡീറ്റെയിൽസും A to Z ഡീറ്റെയിൽസ് പുള്ളി ഇന്നും വ്യാഴാഴ്ചയുമായിട്ട് സൂം മീറ്റിംഗിലൂടെ ചെയ്യാം. Ok, quindi digli che il vero e proprio lancio dell'India, quindi lo start del progetto, sarà il 23 luglio. Ok, noi lanceremo quello che è DBM in India e andremo a spiegare anche la nuova forma di guadagno che in India ci hanno chiesto di poter implementare per loro. DBMന്റെ ഒഫീഷ്യൽ ലോഞ്ച്, ഇന്ത്യയിലേക്കുള്ള ഒഫീഷ്യൽ ലോഞ്ച് 23-ാം തീയതി ആയിരിക്കും. സാധാരണ ഒരു പ്രൊജക്ടിനെ പോലെയല്ല, ഇന്ത്യൻ മാർക്കറ്റിന് വേണ്ടി നമ്മൾ ഒരു പ്ലാൻ തയ്യാറാക്കി ഇവിടുത്തെ ലീഡേഴ്സിന് ബെനിഫിറ്റ് ചെയ്യണ ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പൊ 23-ാം തീയതി അതിന്റെ ഒഫീഷ്യൽ ലോഞ്ച് ആവും. അതൊരു വലിയൊരു ഹിസ്റ്റോറിക്കൽ മൈൽ സ്റ്റോൺ ആയിരിക്കും എന്നാണ് പുള്ളി പറഞ്ഞത്. Ok, allora we start. Allora, digli che intanto sono veramente contento di poter portare in India un progetto come DBM, quindi con un'azienda reale alle spalle e dei fondatori veri, che si possono addirittura trovare su Google e internet. മാർക്കോ പറയണത് അവര് ഇന്ത്യയിൽ വന്നതിലും ഇന്ത്യയിൽ ഇങ്ങനത്തെ ഒരു പ്രൊജക്ട് പ്രസന്റ് ചെയ്യാൻ സാധിച്ചതിന് വളരെ ഹാപ്പിയാണ്. ഇതൊരു റിയൽ പ്രൊജക്റ്റ് ആണ്, സ്റ്റേബിൾ പ്രൊജക്റ്റ് ആണ്, റിയൽ ഫൗണ്ടേഴ്സ് ഉണ്ട്, റിയൽ വിഷൻ ഉണ്ട്, റിയൽ പ്രൊജക്റ്റ് ഉണ്ട്. അതുകൊണ്ട് ഇന്ത്യയിൽ ഈ പ്ലാൻ അവര് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വളരെ സന്തോഷമുണ്ടെന്നാണ് പറഞ്ഞത്. Ok, digli inoltre che quando siamo venuti in India abbiamo avuto l'occasione di parlare con molti leader e tanti leader, diciamo, ci hanno spiegato che in India sono state fatte tantissime truffe, tantissimi scam. മാർക്കോ പറയണത് ഇന്ത്യയിൽ വന്നപ്പോ ഇന്ത്യയിലെ പല ലീഡേഴ്സായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നു. അപ്പൊ അവരുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇന്ത്യയിൽ നിറയെ സ്കാം നടന്നെന്ന് മാർക്കോന് മനസ്സിലായി. അതുകൊണ്ട് ആ സ്കാമിൽ നിന്ന് ഒരു വ്യത്യസ്തമായ ഒരു പ്രൊജക്റ്റ് ആയിട്ടാണ് DBM ഇന്ത്യയിൽ വന്നേക്കുന്നത്. Digli che quindi siamo contenti di metterli a conoscenza di questa azienda, DBM. അതുകൊണ്ട് അവര് വളരെ ഹാപ്പിയാണ് ഇങ്ങനത്തെ ഒരു പ്രൊജക്ട് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ, സമർപ്പിക്കാൻ. Ok, allora DBM è un'azienda italiana che è regolamentata dalla legge 173 del 2005. DBM എന്ന കമ്പനി ഇറ്റാലിയൻ ഗവൺമെന്റിന്റെ അണ്ടർ രജിസ്റ്റർ ചെയ്ത കമ്പനിയാണ്, ലൈസൻസ്ഡ് ഉള്ള കമ്പനിയാണ്. അതിന്റെ ലൈസൻസ് നമ്പറാണ് പുള്ളി ഇപ്പൊ പറഞ്ഞത്. Ed è una delle leggi più importanti che un'azienda deve avere per poter operare nel settore del network marketing in Italia. ഈ ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇറ്റലിയിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഈ ലൈസൻസിന്റെ വാല്യൂ വളരെ കൂടുതലാണ്. അപ്പൊ DBM എന്ന കമ്പനി ഈ ലൈസൻസ് ഉള്ള ഒരു കമ്പനിയാണ്. ഈ ലൈസൻസ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് അവർക്ക് ലൈസൻസ് കിട്ടിയത്. അതുകൊണ്ട് ഈ ലൈസൻസ് കൊണ്ട് മാത്രമാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലൂടെ അവരുടെ പ്രൊഡക്റ്റ് DBMന് ഇറ്റലിയിലേക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നത്. Allora, digli che DBM è nata il 1° giugno del 2023
DBM ഒഫീഷ്യലി മാർക്കറ്റിൽ വന്നത് ജൂൺ 1, 2023 ഇറ്റലിയിൽ. E il 1° giugno del 2024 noi siamo stati all'evento, a uno degli eventi più grossi che io abbia mai visto, a Parigi, in Francia. ജൂൺ 1, 2024 ഫസ്റ്റ് ആനിവേഴ്സറിയിൽ അവരൊരു വലിയൊരു ഇവന്റ് നടത്തി. അത് ഇറ്റലിയിലല്ല, ഫ്രാൻസിലാണ് നടത്തിയത്. പാരീസിൽ ഒരു വലിയൊരു ഇവന്റ് നടത്തി. ആ ഇവന്റില് അവരുടെ ഫൗണ്ടേഴ്സ് എല്ലാം വന്നിരുന്നു. Digli che in questo evento noi abbiamo avuto l'onore e la fortuna di conoscere i 6 fondatori, le persone che hanno costruito DBM. മാർക്കോ പറഞ്ഞത് അന്ന് ആ ദിവസം അവർക്ക് ആ ഫൗണ്ടേഴ്സ് ആയിട്ട് മീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു ചാൻസ് കിട്ടി. അവരായിട്ട് സംസാരിക്കാൻ പറ്റി. അങ്ങനെ അവർക്ക് ഈ പ്രൊജക്ടിന്റെ, ഈ DBM എന്ന കമ്പനിന്റെ ഒരു വലിയൊരു വിഷൻ, വലിയൊരു ഡ്രീം അവർക്ക് മനസ്സിലായി. Digli che grazie a quell'evento noi abbiamo capito veramente dove l'azienda voleva arrivare, quindi abbiamo capito la missione, la visione di questa azienda da qui ai prossimi 5-10 anni. അന്ന് അവർക്ക് ആ ഇവന്റില് ഈ കമ്പനിന്റെ വിഷനും മിഷനും മനസ്സിലായി. അടുത്ത 5 വർഷം കൊണ്ട് ഈ കമ്പനിന്റെ സ്റ്റാറ്റസ്, ഈ കമ്പനിന്റെ ഉയർച്ച എവിടം വരെ വരാം എന്നുള്ളത് അവർക്ക് അന്ന് മനസ്സിലായി. അന്ന് ആ ഇവന്റിൽ മനസ്സിലായി. Ok, allora, questi sono i 6 founder aziendali. Quindi a sinistra abbiamo Antonia Vitabile e a destra abbiamo Enrico Mariti, che sono 2 persone che fanno mining da oltre 10 anni, quindi sono 2 informatici professionisti. ഈ സ്ലൈഡിലുള്ളവരാണ് ഫൗണ്ടേഴ്സ്, 6 ഫൗണ്ടേഴ്സ്. അതിലെ ടോപ്പ് റൈറ്റും ലെഫ്റ്റും ഉള്ളവര് അവിടുത്തെ ഫേമസ് പേഴ്സണാലിറ്റീസ് ആണ്, ഫേമസ് IT software personalities ആണ്. Digli che loro già da anni avevano molte mining farm sparse per il mondo e hanno voluto, insieme a Gianmarco Piccoli, che è un economista di fama internazionale, mettere su un qualcosa di veramente grande, come quello che sta per diventare DBM. ഈ രണ്ട് ഫൗണ്ടേഴ്സ്, ഈ 2 വ്യക്തികള് 10 വർഷത്തിന് മേലെയായിട്ട് മൈനിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. ഈ 2 വ്യക്തിയും നടുവിലുള്ള വ്യക്തിയും, പുള്ളിക്കാരൻ ഇറ്റലിയിലെ ഫേമസ് അനലിസ്റ്റ് ആണ്, ക്രിപ്റ്റോ അനലിസ്റ്റ് ആണ്. ഈ 3 വ്യക്തികളും കൂടിയാണ് DBM എന്ന കമ്പനി ഫോം ചെയ്തത്. Ok, digli che in basso, le 3 persone in basso sono i 3 legali, quindi i 3 avvocati che si occupano di tutta la parte legale dell'azienda. അടി കാണുന്ന 3 ഫൗണ്ടേഴ്സ്, 3 വ്യക്തികള് അവിടുത്തെ ഫേമസ് ലോയേഴ്സ് ആണ്, വക്കീലന്മാരാണ്, അഡ്വക്കേറ്റ്സ് ആണ്. ഇവര് 3 പേരാണ് കമ്പനിയുടെ ലീഗൽ സൈഡ്, ലീഗൽ ഒപ്പീനിയൻ എല്ലാം ചെയ്യുന്നത്. Gioacchino Amato, la persona al centro in basso, è appena diventato il presidente di una delle più famose banche italiane. ആ 3 വ്യക്തികളില് നടുവിലുള്ള വ്യക്തി, മിഡിൽ, രണ്ടാമത്തെ വ്യക്തി 1 മാസം മുമ്പ് ഇറ്റലിയിലെ ഒരു വലിയൊരു ബാങ്ക്, സെന്റ് ഏഞ്ചൽ ബാങ്ക്, ആ ബാങ്കിന്റെ പ്രസിഡന്റ് ആയിട്ട് എലക്ട് ചെയ്തു. Questo per farvi capire che dietro a DBM ci sono dei volti veramente importanti e persone conosciute nel panorama italiano che hanno intenzione di portare l'azienda veramente in alto. ഇതുകൊണ്ട് തന്നെ മനസ്സിലാവാൻ പറ്റും DBM എന്ന കമ്പനീന്റെ ക്രെഡിബിലിറ്റി. അതായത് 6 പേരും ഇറ്റലിയിലെ ഫേമസ് പേഴ്സണാലിറ്റീസ് ആണ്, എല്ലാവരും അറിയപ്പെടുന്ന വ്യക്തികളാണ്. ഇവരുടെ വിഷനും ഇവരുടെ ഒരു കൂട്ടായ്മയും കൊണ്ടാണ് ഈ DBM എന്ന കമ്പനി ആരംഭിച്ചത്. Allora, queste 6 persone hanno parlato con noi e ci hanno promesso che se l'India, appena l'India raggiungerà i $300.000 di fatturato totali, ok, verranno personalmente in India e organizzeranno uno dei più grossi eventi mai visti. ഈ 6 വ്യക്തികളും അന്ന് ഫസ്റ്റ് ആനിവേഴ്സറി ഇവന്റില് ഈ മാർക്കോവും നിക്കോളായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നു. അവര് പറഞ്ഞത് ഇന്ത്യയിൽ എന്നാണ് $3 ലക്ഷം, അതായത് 3 കോടിന്റെ ബിസിനസ് വരുന്നത്, അന്ന് ആ ദിവസം ഇവര് 6 പേരും ഇന്ത്യയിൽ വന്നിട്ട്
പാരീസിൽ നടത്തിയ പോലത്തെ ഒരു വലിയൊരു ഇവന്റ് ഇന്ത്യയിൽ നടത്തും. Ok. La nostra azienda ha sede legale a Roma, nella capitale dell'Italia. DBM കമ്പനിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് റോമിലാണ്, ഇറ്റലിയിലെ റോമിലാണ്. ഇറ്റലിയിലെ ക്യാപിറ്റലിൽ കൂടിയാണ് റോം. അപ്പൊ അവരുടെ ക്യാപിറ്റൽ സിറ്റിയിലാണ് DBMന്റെ ഹെഡ് ഓഫീസ് ഉള്ളത്, ഹെഡ് ക്വാർട്ടേഴ്സ്. La nostra azienda, come già avrete capito, si occupa di mining. DBM ഒരു മൈനിങ് കമ്പനിയാണ്, മൈനിങ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. La nostra azienda è partita un anno fa solo ed esclusivamente con il mining di Bitcoin, ok? Ma circa 3 mesi fa un analista all'interno della nostra azienda molto famoso ha individuato una criptovaluta con lo stesso potenziale di Bitcoin, ma nel 2017. നേരത്തെ പറഞ്ഞ പോലെ DBM എന്ന കമ്പനി സ്റ്റാർട്ടായിട്ട് ഒരു വർഷമായി. തുടങ്ങിയപ്പോൾ ഈ കമ്പനി ബിറ്റ്കോയിൻ എന്ന കോയിനാണ് മൈൻ ചെയ്തുകൊണ്ടിരുന്നത്. ഏകദേശം 3 മാസം മുമ്പാണ് വേറൊരു കോയിൻ, അതായത് കമ്പനിയിലെ തന്നെ ഒരു ഫേമസ് അനലിസ്റ്റ്, ക്രിപ്റ്റോ അനലിസ്റ്റ് വേറൊരു കോയിന്റെ പൊട്ടൻഷ്യൽ കണ്ടുപിടിച്ചിട്ട് വേറൊരു കോയിൻ Marco, vai. Sì. Allora, oltre a Bitcoin, la moneta che noi andiamo a minare si chiama Caspa. ബിറ്റ്കോയിൻ ആണ് ഒരു വർഷമായിട്ട് അവർ മൈൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ വേറൊരു കോയിൻ അവർ മൈൻ ചെയ്യുന്നുണ്ട്, അതിന്റെ പേരാണ് കാസ്പ. Caspa è una moneta che, a detta di molti analisti nel settore di YouTube a livello mondiale, quindi non solo italiani, a livello mondiale, può raggiungere tranquillamente da qua ai prossimi 5 anni anche i $10, oltre i $10. ഈ കാസ്പ എന്ന കോയിന് ക്രിപ്റ്റോ, അതായത് ഈ ഇറ്റലിയിലുള്ള ഇവരെ കമ്പനിയിലെ അനാലിസ്റ്റ് മാത്രമല്ല, ലോകത്തുള്ള എല്ലാ ഫേമസ് ക്രിപ്റ്റോ അനലിസ്റ്റും പ്രെഡിക്റ്റ് ചെയ്യുന്നത് അടുത്ത 5 വർഷം കൊണ്ട് കാസ്പേന്റെ വാല്യൂ ഏകദേശം $10 വരെ വരാം. അത് കമ്പനിയിലെ അനലിസ്റ്റ് മാത്രമല്ല, ലോകത്തുള്ള എല്ലാ ഫേമസ് ക്രിപ്റ്റോ അനലിസ്റ്റ് പേഴ്സണാലിറ്റീസ് പറയുന്നത്, പ്രെഡിക്റ്റ് ചെയ്യുന്ന 5 വർഷം കൊണ്ട് $10 വരെ വരാം എന്നാണ് പറയുന്നത്. Per accedere al mining di Caspa non è facile, perché una persona normale per far arrivare la propria macchina a casa deve aspettare oltre 6 mesi. ഒരു സാധാരണ വ്യക്തിക്ക് മൈനിങ് ചെയ്യണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്, എക്സ്പെൻസീവ് ആണ്. അതുകൂടെ തന്നെ ഒരു കമ്പനിയിൽ നിന്ന്, ഇപ്പൊ കാസ്പ എന്ന കമ്പനിയിൽ നിന്ന് ഇവര് ഒരു മെഷീൻ റെന്റിന് എടുത്തിട്ടുണ്ടെങ്കിൽ ഏകദേശം 6 അല്ലെങ്കിൽ 8 മാസം എടുക്കും മെഷീൻ ഡെലിവറി ചെയ്യാൻ വേണ്ടി. Ma con DBM in solamente 45 giorni le persone potranno iniziare a vedere l'estrazione di Caspa. പക്ഷെ DBM എന്ന കമ്പനിയിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യാനാണെങ്കിൽ ഏകദേശം 45 ദിവസം, മാക്സിമം 40 ദിവസം കൊണ്ട് ആ വ്യക്തിക്ക് മൈൻ ചെയ്യാൻ കഴിയും. അതിന്റെ മൈനിങ് അവരുടെ ഡാഷ്ബോർഡിൽ കാണാനും കഴിയും. Esatto. Allora, l'obiettivo di DBM è quello di diventare la pool al mondo più grossa di Caspa. DBM എന്ന കമ്പനിയുടെ മെയിൻ എയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തുള്ള 10 ക്രിപ്റ്റോ കമ്പനി, മൈനിങ് കമ്പനിയുടെ ഇടയിൽ വരാനാണ് അവരുടെ ഫസ്റ്റ് എയിം. E siamo sicuri di riuscire a raggiungere questo traguardo perché abbiamo lo strumento più potente di tutti per cui veicolare questo prodotto sul mercato, il network marketing. അത് അവര് തീർച്ചയായിട്ടും നേടാൻ കഴിയും. ഈ ലോകത്തുള്ള 10 മൈനിങ് കമ്പനീന്റെ ഉള്ളിൽ അവർക്ക് സ്ഥലം നേടാൻ കഴിയും. അത് വേറൊന്നും കൊണ്ട് മാത്രമല്ല, അവരുടെ കയ്യിൽ ഒരു മെയിൻ ഇൻസ്ട്രുമെന്റ് ഉണ്ട്, അതാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. Ok. Allora, questi sono i prezzi in dollari delle porzioni di macchina. ഈ കാണുന്നതാണ് ഇവരുടെ
റെന്റ് ചെയ്യുന്ന സ്മോൾ ഇൻവെസ്റ്റ്മെന്റ് മുതൽ വലിയ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുള്ള പ്രൈസ് ഇൻ ഡോളറിലുള്ള പ്രൈസ് ആണ് ഈ കാണുന്ന സ്ലൈഡിൽ കാണുന്നത്. Allora, digli che questi sono i prezzi delle macchine da qui che si possono acquistare. ഈ സ്ലൈഡിൽ കാണുന്നതാണ് ഇവരുടെ മിനിമം ഇൻവെസ്റ്റ്മെന്റും മാക്സിമം ഇൻവെസ്റ്റ്മെന്റും. അത് ഡോളേഴ്സിലാണ്. Però dal 23 luglio verranno aumentati i pacchetti perché l'azienda ha deciso di dare un'altra forma di guadagno ai networker. പക്ഷെ ഈ സ്ലൈഡിൽ ചെറിയ വ്യത്യാസം വരും. 23 ജൂലൈ മുതൽ നെറ്റ്വർക്കേഴ്സിന് ഒരു ചെറിയൊരു ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി ഇതിന്റെ ഒരു ചെറിയൊരു ഇൻക്രിമെന്റ് ഈ സ്ലൈഡിൽ വരും. 23 ജൂലൈ അത് നിലവിൽ വരും. Allora, Sarin, Dimmi. vai. Digli che ad oggi una macchina che costa circa $27.000 ha una produzione media di 6.000-9.000 CAS al mese. ഇന്ന് ഈ കാസ്പ മെഷീന്റെ വാല്യൂ $27,000 ആണ്. $27,000 ഒരാള് മെഷീൻ റെന്റ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു മാസം 6,000 to 9,000 6,000 to 9,000 കാസ്പ പെർ മന്ത് എക്സ്ട്രാക്ട് ചെയ്ത് കിട്ടും, മൈൻ ചെയ്ത് കിട്ടും. Ok, digli che ad oggi noi abbiamo già fatto il calcolo per loro per capire la percentuale mensile in base al prezzo di Caspa. കാസ്പന്റെ വാല്യൂ അനുസരിച്ച് ഇൻവെസ്റ്ററിന് കിട്ടുന്ന പെർസെന്റേജിന്റെ കണക്കാണ് പുള്ളിക്കാരൻ ഇവിടെ മെൻഷൻ ചെയ്തേക്കുന്നത്. Ok, allora facciamo finta che Caspa vada a 50 centesimi. Ok, se Caspa vada a 50 centesimi, una macchina di qualsiasi prezzo ci farà da un 9 a un 18% al mese. കാസ്പന്റെ ഒരു മാസം 3 to 8% ആയിരിക്കും ഇൻവെസ്റ്ററിന് കിട്ടുന്ന പ്രോഫിറ്റ്. Se Caspa, quando Caspa arriverà a $1, una macchina di Caspa potrà fare da un 18 a un 36% al mese. കാസ്പന്റെ വാല്യൂ കൂടി $1 വന്നിട്ടുണ്ടെങ്കിൽ ഏകദേശം 18 to 36% പ്രോഫിറ്റ് പെർ മന്ത് ഇൻവെസ്റ്ററിന് കിട്ടും. Se Caspa va a $2, quando andrà a $2, una macchina potrà fare da un 36 a un 72% al mese e sempre a salire. കാസ്പന്റെ വാല്യൂ $2 എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻവെസ്റ്ററിന് കിട്ടുന്ന പെർസെന്റേജ് ഏകദേശം 36 to 72% വരെ ആകാം. അത് കൂടിക്കൊണ്ടേ ഇരിക്കുള്ളൂ. ആ കാസ്പന്റെ വാല്യൂ അനുസരിച്ച് പെർസെന്റേജ് വാല്യൂ കൂടിക്കൊണ്ടേ ഇരിക്കും. Esatto. Ma digli che Caspa, noi siamo sicuri che non si fermerà solo ai $10, ma potrà andare molto più su, perché analisti a livello del panorama mondiale vedono Caspa che possa superare anche i $50, anche di più. Non sarà una cosa veloce. മാർക്കോ പറയുന്നത് ക്രിപ്റ്റോ അനലിസ്റ്റുകാര് പറയുന്നത് ഏകദേശം 3 വർഷം കൊണ്ട് കാസ്പന്റെ വാല്യൂ $10 വരെ തൊടാം. പക്ഷെ ഇവരെ കണക്കനുസരിച്ച്, ലോകത്തുള്ള എല്ലാ ക്രിപ്റ്റോ അനലിസ്റ്റിന്റെ കണക്കനുസരിച്ച് അത് $10 അല്ല $50 വരെ വരാം. $10 ഷുവർ ഷോർട്ടാണ്, $50 വരെ പോകാമെന്നാണ് അവർ പറയുന്നത്. La cosa bella, digli che di entrare nella nostra azienda in DBM è che l'azienda implementa sempre, aggiunge sempre il modello di macchina dell'ultimo modello, quindi macchine sempre più performanti da mettere a disposizione di tutta la community. DBM കമ്പനിയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വർഷവും അവർ പുതിയ മോഡൽ അവർ ഇംപ്ലിമെന്റ് ചെയ്യും. അപ്പൊ അതിന്റെ പ്രൊഡക്ഷൻ വാല്യൂ കൂടും, അതിന്റെ ബെനിഫിറ്റ് എല്ലാ ഇൻവെസ്റ്ററിനും വരും. എല്ലാ വർഷവും അവരെ പ്രൊഡക്ഷൻ കൂട്ടുകയും ചെയ്യും, അവരെ മെഷീന്റെ നമ്പേഴ്സ് കൂടും, അതിനനുസരിച്ച് പ്രൊഡക്ഷൻ കൂടും. പിന്നെ പുതിയ മോഡൽസ് ആണ് അവർ ഇംപ്ലിമെന്റ് ചെയ്യണം. അപ്പൊ അതിന്റെ എല്ലാ ബെനിഫിറ്റും എല്ലാ ഇൻവെസ്റ്ററിനും കിട്ടും. Digli che noi siamo sicuri che grazie a questo prodotto potremmo far fare tantissimi soldi alle persone che credono in DBM
e soprattutto le persone che vorranno lavorarci, quindi i networker. DBM കമ്പനീന്റെ മെയിൻ അവരുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻവെസ്റ്ററിന് മാത്രമല്ല നെറ്റ്വർക്കേഴ്സിനും എല്ലാവർക്കും ഇതിന്റെ ബെനിഫിറ്റ് കിട്ടും. അതായത് ഈ DBM കമ്പനിയെ വിശ്വസിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനും ഈ DBMന് വേണ്ടി വർക്ക് ചെയ്യുന്ന നെറ്റ്വർക്കേഴ്സിനും അതിന്റെ ബെനിഫിറ്റ് കിട്ടും. എല്ലാവർക്കും ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിലാണ് DBM കമ്പനി ഡിസൈൻ ചെയ്തേക്കുന്നത്. Ok, digli che giovedì noi faremo un'altra Zoom dove tutte le persone oggi presenti potranno invitare altre persone a sentire di questa enorme opportunità. മാർക്കോ പറഞ്ഞത് ഇന്ന് ചെയ്ത പോലെ തന്നെ വ്യാഴാഴ്ചയും ഈ പറഞ്ഞ വ്യാഴാഴ്ചയും ഒരു പ്രസന്റേഷൻ ഉണ്ടാവും. അപ്പൊ കൂടുതൽ ആൾക്കാരും ഇൻവൈറ്റ് ചെയ്യാം. ആ കൂടുതൽ ആൾക്കാർക്കും ഈ DBM എന്ന കമ്പനീന്റെ പറ്റിയും ഈ കാസ്പേന്റെ പൊട്ടൻഷ്യലിനെ പറ്റിയും അറിയാൻ കഴിയും. E digli che il 23 luglio organizzeremo una Zoom dove avremo il piacere di fargli conoscere anche i founder dell'azienda. വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഉണ്ട്. 23 ജൂലൈ ഇന്ത്യനിലെ ഒഫീഷ്യൽ മാർക്കറ്റ് ഓപ്പൺ ആവുമ്പോൾ അന്ന് തന്നെ സൂം മീറ്റിംഗ് ഉണ്ടാവും. ആ സൂം മീറ്റിംഗിൽ ഒരു ഫൗണ്ടർ നമ്മുടെ സൂം മീറ്റിംഗിൽ പങ്കെടുക്കും. ഈ 6 ഫൗണ്ടേഴ്സിൽ ഒരു ഫൗണ്ടർ നമ്മുടെ സൂം മീറ്റിംഗിൽ പങ്കെടുക്കും 23 ജൂലൈയിൽ. Digli che se non hanno domande, per me oggi la Zoom può essere terminata e se hanno qualche domanda possono tranquillamente scrivere in chat. ഓക്കെ, മാർക്കോ പറഞ്ഞത് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അവര് ഇത് ചാറ്റ് ചെയ്ത് ചോദിക്കാം. അതിന്റെ റിപ്ലൈ പുള്ളി തരാം. നിഖിൽ No, non possono parlare loro, Sarin. ഓക്കെ. Ho detto che se hanno qualche domanda di scrivere nella chat di Zoom. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ചാറ്റ് ചെയ്യാം, നിക്കോളോ ആയിട്ട് അല്ലെങ്കിൽ മാർക്കോ ആയിട്ട്. Ok, vedo che non ci sono domande. Digli che per me è stato un enorme piacere rincontrarli oggi tutti qua. മാർക്ക് പറഞ്ഞത് ആർക്കും ഡൗട്ട്സും ആർക്കും ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈ സൂം മീറ്റിംഗ് അവസാനിപ്പിക്കാം. അതിന് കൂടെ തന്നെ പുള്ളിക്കാരന് ഈ സൂം മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാവർക്കും താങ്ക്സ് പറയണത്. പിന്നെ പുള്ളിക്കാരന് ഈ ഓപ്പർച്യൂണിറ്റി കൊടുത്താൽ പുള്ളി ഹാപ്പിയാണ്. അല്ല, പ്രപ്പോസലിന്റെ കാര്യം കൂടെ ചോദിക്കുക സരിൻ ബ്രോ. പ്രപ്പോസല് ഗ്രൂപ്പിൽ ഇടാനോന്ന് ചോദിക്കും. ഏത് പ്രപ്പോസൽ ആണെങ്കിൽ? പുതിയ പ്രപ്പോസലിന്റെ PDF വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ. അത് ഗ്രൂപ്പിൽ ആഡ് ചെയ്യട്ടെന്ന് ചോദിക്കും. നമ്മൾ ആഡ് ചെയ്യണ്ടേ? അവരാ? അതെ, അവരോട് ആഡ് ചെയ്യാൻ പറ. Marco, Nikhil chiede la nuova proposta, no? Che lui ha già preparato. Lui dice che voi magari potete mettere sul gruppo, WhatsApp group, la nuova proposta. Ok, digli che metteremo la nuova proposta sul gruppo e nella Zoom di giovedì andremo a spiegarla su Zoom, come stiamo facendo ora con le slide. നിഖിൽ പുള്ളി പറഞ്ഞതേ തീർച്ചയായിട്ടും അത് പ്രപ്പോസൽ ഇടാം, ഗ്രൂപ്പിൽ ഇടാം. എന്നിട്ട് ഈ വരുന്ന വ്യാഴാഴ്ച അതിനെപ്പറ്റിയും ഒരു ഡിസ്കഷൻ ചെയ്യാം, അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ ഡിസ്കഷൻ ചെയ്യാം. ഓക്കെ. Quindi digli a tutte le persone che sono presenti di invitare più persone possibili alla Zoom di giovedì perché verrà spiegata la nuova proposta di guadagno per l'India. പുള്ളി പറഞ്ഞത് മാർക്കോ പറഞ്ഞത് വ്യാഴാഴ്ച പുതിയ പ്രപ്പോസലിനെ പറ്റി ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ഉണ്ടാവും. അതുകൊണ്ട് കൂടുതൽ ആൾക്കാരെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ എല്ലാവർക്കും ഈ ഇന്ത്യയിലേക്കുള്ള പുതിയ പ്രപ്പോസലിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് മാർക്കോ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പൊ അതെല്ലാവർക്കും കേൾക്കാൻ കഴിയും. അതുകൊണ്ട് കൂടുതൽ ആൾക്കാരും ജോയിൻ ചെയ്യാനാ പറയണത് വ്യാഴാഴ്ച. Ok? നിഖിൽ? Ok. Va bene. Allora, saluta tutti e ci vediamo giovedì.
പുള്ളിക്കാരൻ എല്ലാവർക്കും ഗുഡ് ബൈ പറഞ്ഞാണ്. സി യു ഓൺ തേഴ്സ്ഡേ. Ok, ഓക്കെ, ചാവ് മാർക്കോ. ciao ciao, Grazie mille. grazie, ciao Sarin, grazie mille. Ciao, ciao, ciao. Ciao, ciao, ciao.